ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുമാണ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ബനാറസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് ചായ ഗ്ലാസ്സുകളില്ലേ, ക്ലേയുടെ, അതുകൊണ്ടുള്ള ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്ന ഒരു ഗ്ലാസ് കണ്ടില്ലേ, ഇത് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് ബനാറസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്ലാസ്സിന് വേണ്ടി മാത്രം ചായ കുടിച്ചതാണ് ഞാൻ. പക്ഷേ എത്രയൊക്കെ തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ പെട്ടിയിൽ വെച്ചിട്ടും കാർഗോയിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ കാർഗോയിൽ വിട്ട പെട്ടിയിലാണ് ഞാൻ ഈ സംഭവമൊക്കെ പൊതിഞ്ഞ് വെച്ചത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തരിപ്പണമായിട്ട് എനിക്കത് കിട്ടിയത്. പക്ഷേ ഞാനത് തോറ്റു കൊടുത്തില്ല, ഞാനതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സംഭവം നമുക്ക് കാണാം. ഈ ഒരു ഗ്ലാസ്സിനൊന്നും സംഭവിച്ചില്ല, കാരണം ഇത് നല്ല കട്ടിയുള്ളതായിരുന്നു. പക്ഷേ മറ്റേ ഗ്ലാസ് ഇത്തിരി കട്ടി കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി. പക്ഷേ കിട്ടിയ കഷ്ണങ്ങളൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനത് ഒട്ടിച്ചെടുത്തു. അപ്പോൾ എന്തായാലും നമുക്ക് ക്രാഫ്റ്റ് തുടങ്ങിയാലോ. അതിനായിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസ്സുകളിലൊക്കെ താഴ്ഭാഗത്ത് ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. അതിനിപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ള ടൂൾ വെച്ചിട്ടാണ് ഞാനിതിനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഗ്ലാസിൻ്റെയും താഴ്ഭാഗത്ത് നടുക്കായിട്ടാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അതിൽ കട്ടിയുള്ള ഗ്ലാസ് മാത്രം ഞാനൊന്ന് നനച്ചിട്ടാണ് ഹോൾ ഇട്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയാലോ എന്ന് കരുതിയിട്ട്. എന്നിട്ടൊരു ചെറിയൊരു കമ്പ് വെച്ചിട്ടാണ് ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് പശ ഒഴിച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് സെറ്റാക്കി എടുത്തത്. ഒരു ലാൻഡേൺ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റെഡും യെല്ലോയും ബ്ലൂവും അങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ ലാൻഡേണിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്നൊരു ബ്ലാക്ക് വർക്കുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അതിനകത്ത് ലൈറ്റ്സ് വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ടി മെനക്കെട്ടില്ല. പകരം അവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ഒരു ഔട്ട്ലൈനർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അത് തന്നെ ജോയിൻറ്റിൻ്റെ ഭാഗത്തും ആ ഒരു ഔട്ട്ലൈനർ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുത്തു. കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് കുറച്ചൊന്ന് ഒരു ഓർണമെൻ്റൽ ലുക്കൊക്കെ കൊടുത്തു. കുറച്ച് ട്രഡീഷണൽ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ആ റെഡിൽ യെല്ലോ കൊണ്ട് കുറച്ച് ഡിസൈൻസ് കൊടുത്തു. ബ്ലൂവിലും അതുപോലെ തന്നെ യെല്ലോ വെച്ച് തന്നെ നമ്മൾ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ ആ ജോയിൻ്റ് വരുന്ന ഭാഗം അറിയാതിരിക്കാൻ അവിടെയും ബ്ലാക്ക് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഗ്ലാസ് കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, താങ്ക് യു.